കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് സാധനങ്ങൾ എറിഞ്ഞു നൽകിയാൽ 1000 മുതൽ 2000 രൂപ വരെ കൂലി ലഭിക്കുമെന്ന് വെളിപ്പെടുത്തൽ. മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകുമ്പോൾ പിടിയിലായ പനങ്കാവ് സ്വദേശി അക്ഷയാണ് പോലീസിന് നിർണായകമായ ഈ മൊഴി നൽകിയത്. ജയിൽ കോമ്പൗണ്ടിൽ നിരീക്ഷണം ശക്തമാക്കാനാണ് ജയിൽ അധികൃതരുടെ തീരുമാനം. ജയിലിനകത്തേക്ക് സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നതിനിടെ പിടിയിലായ പനങ്കാവ് സ്വദേശി അക്ഷയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അക്ഷയ് നൽകിയ മൊഴിയിലെ വിവരങ്ങൾ മൊബൈൽ ഫോണും ലഹരി മരുന്നുകളും എങ്ങനെ ജയിലിനകത്തേക്ക് എത്തുന്നുവെന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. ഫോണും ലഹരി മരുന്നുകളും പുകയില ഉൽപ്പന്നങ്ങളും ജയിലിലെത്തിക്കാൻ ഒരു സംഘം തന്നെ പുറത്തു പ്രവർത്തിക്കുന്നുണ്ട്. തടവുകാരുമായി ബന്ധമുള്ളവരും കൂലി വാങ്ങി സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നവരും അതിലുൾപ്പെടും. ഫോൺ എറിഞ്ഞു നൽകുന്നതിനിടെ പിടിയിലായ അക്ഷയിലൂടെയാണ് ഈ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. തടവുകാരനെ കാണാനായി ജയിലിലെത്തുന്നവരോട് എറിഞ്ഞു നൽകേണ്ട സ്ഥലത്തിന്റെ അടയാളം ആദ്യം പറഞ്ഞു കൊടുക്കും. ജയിലിനുള്ളിലെ നിരീക്ഷണ ക്യാമറകളുടെ കണ്ണിൽപ്പെടാത്ത സ്ഥലമായിരിക്കും അടയാളമായി നൽകുക. പുറത്തുള്ളയാൾക്ക് അടയാളം ലഭിച്ചാൽ അയാൾ കൃത്യമായി അവിടെ എത്തി മതിലിന് മുകളിലൂടെ സാധനം ഉള്ളിലേക്ക് എറിയും. ജയിലിനുള്ളിൽ അതെടുക്കാനും പ്രത്യേക സംഘങ്ങളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം സാധനങ്ങൾ എറിഞ്ഞു നൽകുന്നതിനായി തെരഞ്ഞെടുക്കുമെന്നാണ് അക്ഷയ് നൽകിയ മൊഴി. ഇത് വരുമാന മാർഗമാക്കുന്ന നിരവധി പേരുണ്ടെന്നാണ് സൂചന. മതിലിന് മുകളിലൂടെ എറിഞ്ഞു നൽകുന്നത് മാത്രമല്ല, മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പുകയില ഉൽപ്പന്നങ്ങളും ജയിലിനകത്തേക്ക് എത്തിക്കാൻ തടവുകാർക്ക് മറ്റു മാർഗങ്ങളുമുണ്ട്. അതും കണ്ടെത്താൻ സാധിക്കണം. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.